ഇത് ഹീറോ ഇലക്ട്രിക്കൽ 4830Hൻ്റെ ബാറ്ററിയാണ്. നമ്മൾ ഇത് സെല്ല് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നമ്മൾ പുതിയ സെല്ല് ഇട്ട് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം, നമ്മൾ സെല്ല് പുതിയത് ഇടുമ്പോൾ എല്ലാ സ്ട്രിങ്ങും ഫുൾ ചാർജ് ചെയ്യണം, എന്നിട്ടേ നമ്മൾ പുതിയ സെല്ല് ഇടാവൂ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ എല്ലാ ബാറ്ററിയുടെ സ്ട്രിങ്ങും കൊടുത്ത് ഫുൾ ചാർജ് ചെയ്യുകയാണ് പുതിയത് അടിച്ചിട്ട്, എന്നിട്ട് മാത്രമേ ഡിസ്ചാർജ് ചെയ്യാവൂ. നമ്മൾ ഒരു സ്ട്രിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സീരീസ് കണക്ഷനെയാണ്. ആ ഒരു സീരീസ് കണക്ഷൻ എല്ലാത്തിലും വയർ കൊടുത്ത്, നമ്മൾ കമ്പ്യൂട്ടറിൽ വയർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചാർജറിൻ്റെ വയർ കൊടുത്ത് 3.6 പോസ്ഫെറ്റിൻ്റെ ഫുൾ ചാർജ്. അത് ഓരോ സ്ട്രിങ്ങും അഥവാ ഓരോ സീരീസും ഫുള്ളാക്കിയതിന് ശേഷം മാത്രം നോർമൽ ചാർജ് ചെയ്യുക. ബാലൻസിങ് പരിപാടി ഫോസ്ഫേറ്റ് സെല്ലിൽ നടക്കില്ല. ബാലൻസ് വോൾട്ട് മാത്രമേ ബാലൻസ് ആവൂ, ബാലൻസ് ആവില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ലിഥിയം അയണിലാണെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്ത് ചാർജ് ചെയ്താൽ മതി. ഫോസ്ഫേറ്റിൽ ബാലൻസിങ് നടക്കില്ല. ബാലൻസ് നടക്കുന്നത് വോൾട്ട് മാത്രമാണ്, അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ട്രിങ്ങും, അതായത് ഓരോ സീരീസ് കണക്ഷനും സെപ്പറേറ്റ്, നമ്മളെ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് എല്ലാ സ്ട്രിങ്ങും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ നോർമൽ ചാർജറിൽ ഇട്ടിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ സെല്ല് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഏത് ഫോസ്ഫേറ്റ് സെല്ല് നിങ്ങൾ പണിഞ്ഞാലും പുതിയത് അസംബിളി ചെയ്താലും ഫുൾ ചാർജ് ചെയ്യണം ആദ്യം. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഡിസ്ചാർജ് ചെയ്യാവൂ, എങ്കിൽ മാത്രമേ ബാലൻസ് ആവൂ.